മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകും. കോൺഗ്രസുമായി സീറ്റ് ചർച്ച പൂർത്തിയായെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അവസാനഘട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും തനിക്ക് ജനറൽ സെക്രട്ടറിയായി തുടരാനാണ് താല്പര്യമെന്നും PMA സലാമും പ്രതികരിച്ചു. ഞങ്ങളെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കും കൂട്ടായൊക്കെ തങ്ങൾ നടത്തുന്ന ചർച്ചയാണെന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. കോൺഗ്രസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നതും അവർ ഉടനെ തന്നെ എല്ലാം തീരുമാനിക്കും എന്നാണ്. എല്ലാം പോസിറ്റീവ് തന്നെയാണ്. LDF അത്ര മുമ്പിലൊന്നുമല്ല. 2 ദിവസം കൊണ്ട് എന്തായാലും സ്ഥാനാർത്ഥികൾ പറയും. ഞങ്ങൾ അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവസാനത്തെ വട്ട ചർച്ചകളാണ് ഇപ്പം ഇന്നൊക്കെ നടക്കുന്നത്. അല്ല, തിരുവമ്പാടി ഞങ്ങളുടെ സീറ്റാണല്ലോ. അത് കൈമാറ്റം വെച്ചു മാറാനുള്ള ചർച്ചകൾ നടന്നു. അത് പൂർത്തിയായിട്ടില്ല. തീരുമാനം ആ കാര്യത്തിൽ നാളത്തോടു കൂടിയൊക്കെ റെഡിയാവും. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, ഈ പട്ടികയൊക്കെ തയ്യാറായി. ഇനി സീറ്റ് കിട്ടാത്തവരെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണോ ലീഗിൽ നടക്കുന്നത്? അങ്ങനെയല്ല. ഇതിന്റെ ഔദ്യോഗികമായി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി ലീഗ് കടക്കുകയാണ്. കാരണം UDF ആയിട്ടുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിച്ച ശേഷം സ്ഥാനാർത്ഥികളുടെ ചർച്ചയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ലീഗിന്റെ രീതി. അങ്ങനെയാണ് ഇന്നലെ ആലുവ പാലസിൽ വെച്ച് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി സീറ്റ് വെച്ചുമാറ്റം സംബന്ധിച്ചുള്ള അന്തിമ ധാരണ ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് അതിന്റെ ഔദ്യോഗിക നടപടി എന്ന നിലയിലാണ് ഇന്ന് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ സാദിഖലി തങ്ങൾ ഓരോ നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സാദിഖലി തങ്ങൾ കേൾക്കും. പിന്നീട് സാദിഖലി തങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചിച്ചിട്ട് PK കുഞ്ഞാലിക്കുട്ടി, VM സലാം ഉൾപ്പെടെയുള്ള ET മുഹമ്മദ് ബഷീർ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു ധാരണ അന്തിമ പട്ടിക ഉണ്ടാക്കുകയും നാളെ ഒരുപക്ഷെ നാളെ തന്നെ പ്രഖ്യാപിക്കാൻ നടത്താനാണ് ഇരിക്കുന്നത്. പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ മാത്രമാണെന്ന് ഇവിടെ മലപ്പുറത്തെ ലീഗ് ഹൗസിൽ വന്നിരിക്കുന്നത്. അവരുമായി കൂടിക്കാഴ്ച നടത്തിയായിരിക്കും തീരുമാനമെടുക്കുക. ഇതിൽ ഏറെക്കുറെ തന്നെ ഒരു ഏതൊക്കെ 8 പേരെങ്കിലും MLA മാർ മാറി നിൽക്കുമെന്നുള്ള ഒരു കാരണത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ചില MLA മാർ പക്ഷേ മണ്ഡലം മാറും. അതേസമയം ചില ആൾക്കാർ പൂർണ്ണമായി തന്നെ മത്സരരംഗത്ത് മാറി നിൽക്കും. പകരം പുതിയ നിര കുറച്ചുപേര് വരും. അതിൽ യുവ നേതാക്കൾ ഉണ്ടാവും, അല്ലാത്ത നേതാക്കൾ കൂടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി കൂത്തുപറമ്പിൽ ഉണ്ടാവും എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്താണോ വേങ്ങരയിലാണോ മത്സരിക്കുക, അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇനി ധാരണയായുള്ളൂ. അതൊരു പക്ഷേ നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖലി തങ്ങളും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ഇരുന്ന് അക്കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടാക്കും. നാളെ തന്നെ പ്രഖ്യാപിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ പട്ടിക ആദ്യഘട്ടമെങ്കിലും ഒന്ന് വന്നോട്ടെ എന്നുള്ളൊരു ആലോചന കൂടി കോൺഗ്രസ് ലീഗിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ അതാണ് മനസ്സിലായത്. അവർ ആദ്യത്തെ പട്ടിക വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നാലെ തന്നെ ലീഗിന്റെ പട്ടികയും പുറത്തുവിടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ലീഗിന്റെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി എന്ന ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു. ഒരുപക്ഷെ നാളെ തന്നെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും.